എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിന്ദി की രൂപരചന, അതിലെ ലിംഗ്, വചൻ, കാരക് എന്നീ ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് വരുന്ന സംജ്ഞ, സർവണ, വിശേഷൻ, ഇത് മൂന്നുമാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംജ്ഞ, സർവണ, വിശേഷൻ, നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, ഇതാണ് നമ്മളിതിനകത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് സംജ്ഞ അല്ലെങ്കിൽ സർവനാം, വിശേഷണം ഇതെല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ശബ്ദം എന്താണെന്ന് അറിയണം. ശബ്ദം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ല, ഒരു ഭാഷ എടുക്കുന്ന സമയത്ത് ഭാഷയുടെ ഏറ്റവും ചോട്ടി ഇക്കായി എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, അക്ഷർ അല്ലെങ്കിൽ വർണ്ണമാണ്. ഏറ്റവും ചെറിയ ഇക്കായിയാണ് അക്ഷർ അല്ലെങ്കിൽ വർണ്ണ. ആ വർണ്ണ കൂടിച്ചേർന്നിട്ട് ശബ്ദം ഉണ്ടാവുന്നു. ശബ്ദങ്ങൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വിഭക്തികളൊക്കെ ചേർത്തിട്ട് വാക്യം ഉണ്ടാക്കുന്നു എല്ലാം തന്നെ നമുക്കറിയാം. ഇനി ആ ശബ്ദ വാക്കിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. अक्षरों के सार्थक समूह को शब्द कहते हैं. यानी कि जो अक्षर है, भाषा की सबसे छोटी इकाई जो अक्षर है यानी कि वर्ण है, उसकी सार्थक समूह, സാർത്ഥക് അർത്ഥവത്തായിട്ടുള്ള ആ സമൂഹത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. വെറുതെ അക്ഷരങ്ങൾ നിരത്തി വെച്ചത് കൊണ്ട് അത് ശബ്ദം അല്ലെങ്കിൽ വാക്കാവില്ല. അതിൽ നിന്ന് എന്ത് കിട്ടണം, ഒരു മീനിങ് കിട്ടണം, ഒരു അർത്ഥം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആയും മാ അല്ലേ, ആയും മായും നമുക്ക് ജോയിൻ ചെയ്ത ആം എന്ന് പറയുന്ന ഒരു അർത്ഥമുള്ള, മാങ്ങ എന്നുള്ളൊരു അർത്ഥമുള്ള ഒരു വേർഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരുപാട് അക്ഷരങ്ങളുണ്ട്, എല്ലാ അക്ഷരങ്ങളും ജോയിൻ ചെയ്ത് വെച്ചു എന്ന് വെച്ചാൽ അത് ശബ്ദമാവുന്നില്ല. അപ്പോൾ ശബ്ദ ഡെഫിനേഷൻ ഇതാണ്. ഇനി ഈ ശബ്ദത്തിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഭേദങ്ങളാണ് വികാരി ശബ്ദം, അവികാരി ശബ്ദം. ഈ ശബ്ദ വാക്കിനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് ഭേദങ്ങളാണ് വികാരി ശബ്ദം, അവികാരി ശബ്ദം. വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിംഗ്, വചൻ, കാരക് അനുസാർ വികാർ ഹോത്തെ ഹെ ഉസേ വികാരി ശബ്ദ കഹത്തെ ഹെ. അതായത് ലിംഗ് ആയിക്കോട്ടെ, വചനായിക്കോട്ടെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് കാരക്. ഇത് മൂന്നും വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ വാക്കിനാണ് വികാർ, വികാർ എന്ന് വെച്ചാൽ പരിവർത്തനം എന്നുള്ള മീനിങ് ആണ്. ഏതൊക്കെ വാക്കുകളാണ് മാറുന്നത്, പരിവർത്തനം ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വികാരി ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിംഗ്, വചൻ, कारक आदि के अनुसार विकार होते हैं यानी कि परिवर्तन होते हैं, उसे विकारी शब्द कहते हैं. സംജ്ഞ, സർവനാം, വിശേഷൻ, ക്രിയ, ഇതെല്ലാം തന്നെ വികാരി ശബ്ദമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം രാം എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്, സീത എന്ന് പറയുന്നത് സ്ത്രീലിംഗാന്ന് അറിയാം. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് രാം ചൽത്താ ഹേയും സീത ചൽത്തി ഹേയുമാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ്, ലിംഗ് നോക്കിയിട്ടാണ് അതിൽ മാറ്റം വരുത്തുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു മാറ്റം, പരിവർത്തൻ, വികാർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സംജ്ഞ എന്തിൽ വരുന്നത്, വികാരി ശബ്ദത്തിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ സർവനാമം, വിശേഷണം, ക്രിയയും എല്ലാം തന്നെ വികാരി ശബ്ദമാണ്. വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിംഗ്, വചൻ, കാരക അതിനനുസരിച്ചിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് വികാരി ശബ്ദം എന്ന് പറയുന്നു. ഇനി അവികാരി ശബ്ദം, അവികാരി ശബ്ദം എന്ന് വെച്ചാൽ ഈ വികാരി ശബ്ദത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവികാരി ശബ്ദം. ലിംഗ്, വചൻ, कारक के अनुसार विकार ना होता तो उसे अविकारी शब्द कहते हैं. ലിംഗ്, വചൻ, കാരക് ഇത് മൂന്നിനനുസരിച്ചിട്ട് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അതിന് അവികാരി ശബ്ദം എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദിബോധക്. ഇത് നാലും അവികാരി ശബ്ദത്തിന് എക്സാമ്പിളും സംജ്ഞ, സർവനാം, വിശേഷൻ, ക്രിയ എന്ന് പറയുന്നത് വികാരി ശബ്ദത്തിന് എക്സാമ്പിളും ആണ്. ഇതിവിടെ പറയാനുള്ള കാരണം നമുക്ക് പഠിക്കാനുള്ളത് സംജ്ഞയും സർവനാമം, വിശേഷണവും, ക്രിയയാണ്. ഇത് എന്ത് ശബ്ദമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, വികാരി ശബ്ദമാണെന്ന് മനസ്സിലാക്കണം. വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിംഗ്, വചൻ, കാരക് ഇത് മൂന്നും അനുസരിച്ചിട്ട് മാറുകയാണെങ്കിൽ അതാണ് വികാരി ശബ്ദം. ഇനി ഫസ്റ്റ് വണ്ണാണ് സംജ്ഞ, നൗൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ചാണ് ആഡ് ചെയ്തേക്കുന്നത്, കാരണം ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംജ്ഞ എന്ന് വെച്ചാൽ സംജ്ഞ അപ്പോൾ വികാരി ശബ്ദ ഹെ. അപ്പോൾ ഇത്രയും നമ്മൾ വികാരി ശബ്ദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, സംജ്ഞ എന്ന് പറയുന്നത് ഒരു വികാരി ശബ്ദമാണ്. ജിസസെ കിസി വ്യക്തി, വസ്തു അഥവാ സ്ഥാൻ ആദി കാ ബോധ ഹോത്താ ഹെ. സംജ്ഞ ഒരു വികാരി ശബ്ദമാണ്. അതിൽ നിന്ന് ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചന നമുക്ക് കിട്ടുകയാണെങ്കിൽ കിസി വ്യക്തി, വസ്തു, സ്ഥാൻ ആദി കെ നാമോ കാ ബോധ്
അതിൻ്റെ പേരിനെ കുറിച്ചിട്ടുള്ള സൂചന കിട്ടുകയാണെങ്കിൽ നമ്മളതിന് സംഖ്യ എന്ന് പറയുന്നു. സംഖ്യ ഒരു വികാരി ശബ്ദമാണ്. ഇനി സംഖ്യ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ. 3 ടൈപ്പാണുള്ളത്. വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചക. ഇനി വ്യക്തിവാചക സംഖ്യ എന്ന് വെച്ചാൽ ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം വേറെ വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാത്തത്. വ്യക്തിവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ കിസി വ്യക്തി, വസ്തു അഥവാ സ്ഥാൻ उसी का बोध हो उसे വ്യക്തിവാചക സംഖ്യ कहते हैं. വ്യക്തിവാചകനകത്ത് ഏതെങ്കിലും വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൻ്റെ പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ഇതിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ രാം, സീത, കൃഷ്ണൻ ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേരാണ്. അതുപോലെ തന്നെ ഇപ്പം ബീഹാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പിന്നെ കലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പേരാണ്. അതെല്ലാം ഏത് സംഖ്യക്കകത്ത് വരുന്നു? വ്യക്തിവാചക സംഖ്യക്കകത്ത് വരുന്നു. പിന്നെ ജാതിവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ एक जाति की समस्त प्राणियों को अथवा पदार्थों को सूचित करने के लिए जातिवाचक संख्या का प्रयोग करते हैं. അതായത് ഒരു കൂട്ടം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിലെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഈ ജാതിവാചക സംഖ്യക്കകത്ത് വരുന്നത്. ഇപ്പോൾ മനുഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ അവരെല്ലാവരും സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മനുഷ്യ. അതുപോലെ തന്നെ മൃഗങ്ങൾ അല്ലേ, ജാൻവർ. ഇപ്പോൾ പശു ഉണ്ടാവും, പുലി ഉണ്ടാവും, കടുവ ഉണ്ടാവും, പട്ടി ഉണ്ടാവും. ഇതിനെല്ലാത്തിനും നമ്മൾ സൂചിപ്പിക്കുന്നത് ജാൻവർ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാവവാചകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഗുണം അല്ലെങ്കിൽ അവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ മനോഭാവം ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഖ്യയാണ് ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൂഢാപ്പ, ലടക്പൻ എന്നൊക്കെ പറയുന്നത് ഓരോ അവസ്ഥകളാണ് അല്ലേ. അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഭാവവാചക സംഖ്യ യൂസ് ചെയ്യുന്നത്. ഇത് 3 അല്ലാതെ 2 കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുക കേട്ടോ. അതാണ് സംഖ്യയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ എന്താണ് സംഖ്യ എന്നും അതിൽ മെയിനായിട്ട് വരുന്ന 3 ഡിവിഷൻസും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത്. സംഖ്യ, സർവനാം, വിശേഷണം ഇത് 3ആണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കുന്നത്. അപ്പോൾ സംഖ്യ നമ്മൾ ഇതിനകത്ത് കുറച്ച് നോക്കിക്കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളത് മറ്റേ വീഡിയോക്കകത്ത് നിന്ന് നോക്കണം. ഇനി സർവനാമം എന്ന് പറഞ്ഞാൽ, സർവനാമം എന്ന് വെച്ചാൽ പ്രൊണൗണാണ്. സർവനാം വികാരി ശബ്ദ ഹെ. സംഖ്യയെ പോലെ തന്നെ സർവനാമം ഒരു വികാരി ശബ്ദമാണ്. വികാരി ശബ്ദം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലിംഗ്, വചൻ, കാരക ഇതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വികാരി ശബ്ദം എന്ന് പറയുന്നു. संख्या की पुनरुक्ति को दूर करने के लिए उसके ही अर्थ में प्रयुक्त हो. അതായത് നമുക്കറിയാം സംഖ്യ എന്ന് പറഞ്ഞാൽ നാമമാണ്. ആ നാമം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ബോറാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് സർവനാമം അല്ലെങ്കിൽ പ്രൊണൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ രാമൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാമൻ ബസ്സിൽ കയറി, രാമൻ സ്കൂളിലെത്തി എന്ന് പറയുമ്പോൾ രാമൻ എന്ന് പറയുമ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നും. അപ്പോൾ അവിടെ നമ്മൾ ഹീന്നോ വഹ് എന്നൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് പ്രൊണൗൺ അല്ലെങ്കിൽ സർവനാമം എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. രാംനെ കൃഷ്ണ സെ കഹാ മേ തുംസെ കൽ മിലൂങ്ക. രാംനെ കൃഷ്ണ സെ കഹാ മേ തുംസെ കൽ മിലൂങ്ക. രാമൻ കൃഷ്ണനോട് പറയാണ് ഞാൻ നിന്നെ നാളെ കാണാം. അവിടെ രാമനാണ് കൃഷ്ണനോട് പറയുന്നത്. അപ്പോൾ ഈ മേമും തുമ്മും ഒക്കെ അവർക്ക്, ഇപ്പം മേം എന്ന് പറയുന്നത് രാമൻ്റെ പ്രൊണൗണും തും എന്ന് പറയുന്നത് ഇവിടെ കൃഷ്ണൻ്റെ പ്രൊണൗണുമാണ്. അല്ലാതെ ഇവിടെ രാമനും കൃഷ്ണനും നമ്മൾ എഴുതുവാണെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും ആ സെൻറ്റൻസ് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഭംഗി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സർവനാം എന്ന് പറയുന്നത്. സർവനാമം സംഖ്യയെ പോലെ തന്നെ ഒരു വികാരി ശബ്ദമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർവനാമിൻ്റെ ഭേദങ്ങളാണ്, ഡിവിഷൻസ് ആണ്. സർവനാം കി 6 ഭേദ ഹെ. 6 ഭേദങ്ങളാണ് സർവനാമിനുള്ളത്. ഒന്നാമത്തെ ഭേദം എന്ന് പറയുന്നത് പുരുഷവാചക സർവനാമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുരുഷവാചക സർവനാമാണ്. പുരുഷവാചക സർവനാം എന്ന് വെച്ചാൽ बोलने वाले का, सुनने वाले का अथवा जिस व्यक्ति के संबंध में बोला जाता है उसी का सूचना मिले तो उसे പുരുഷവാചക സർവനാം कहते हैं. അതായത് സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സർവനാമാണ് പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. സംസാരിക്കുന്നവരെ, കേൾക്കുന്നവരെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണ് എങ്കിൽ അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പുരുഷവാചക സർവനാം. बोलने वाले का, सुनने वाले का अथवा जिस व्यक्ति के संबंध में बोला जाता है उसी का बोध हो उसे पुरुषवाचक सर्वनाम कहते हैं.
അപ്പോൾ ഇതാണ് പുരുഷവാചക സർവനാമം. പറയുന്ന ആൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണോ പറയുന്നത് അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പുരുഷവാചക സർവനാമം യൂസ് ചെയ്യുന്നത്. ഈ പുരുഷവാചക സർവനാമം എന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3ആയിട്ട്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ് എന്നിങ്ങനെ 3ആയിട്ടിത് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉത്തം പുരുഷാണ്. ഉത്തം പുരുഷ് എന്ന് വെച്ചാൽ ബോൾനെ വാലെ യാ ലിഖ്നെ വാലെ കാ ബോധ ഹോ. ഒന്നില്ലെങ്കിൽ പറയുന്ന ആൾ, എഴുതുന്ന ആൾ. നോക്കൂ, അവരെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഉത്തം പുരുഷ്. ഉത്തം പുരുഷ് മാനെ ബോൾനെ വാലെ യാ ലിഖ്നെ വാലെ കാ ബോധ ഹോ ഉസേ ഉത്തം പുരുഷ് കഹത്തെ ഹെ. സംസാരിക്കുന്ന ആളെ അല്ലെങ്കിൽ എഴുതുന്ന ആളെ നമ്മൾ കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഉത്തം പുരുഷ്. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, മേം ഹം അല്ലേ. മേ ഞാൻ എഴുതുന്നു, ഞാൻ പറയുന്നു, ഞങ്ങൾ എഴുതുന്നു, ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഈ മേം ഹം എന്ന് പറയുന്നത് ഉത്തം പുരുഷനകത്ത് വരുന്നതാണ്. എക്സാമ്പിൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത് മധ്യം പുരുഷാണ്. മധ്യം പുരുഷൻ എന്ന് വെച്ചാൽ സുനിനെ വാലേക്ക ബോധോ. ഉത്തം പുരുഷനിൽ പറയുന്ന ആളെ അല്ലെങ്കിൽ എഴുതുന്ന ആളെയാണ് സൂചിപ്പിക്കുന്നത്. മധ്യം പുരുഷൻ്റെ അകത്ത് സുന്നേവാല, ആരാണോ കേൾക്കുന്നത് അവരെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മധ്യം പുരുഷ്. കേൾക്കുന്ന ആൾ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ ഒരാൾ വേണ്ടേ, അപ്പോൾ ആ കേൾക്കുന്ന ആളെ സൂചിപ്പിക്കുന്നതാണ് മധ്യം പുരുഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമാണ് തു, തും, ആപ്പ്. തു, തും, ആപ്പ്. ഇത് 3ഉം മധ്യം പുരുഷനകത്ത് വരുന്നതാണ്. ആ ആപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ മധ്യം പുരുഷൻ്റെ അകത്ത് തു, തും, ആപ്പ് വരുന്നു. ഉത്തം പുരുഷൻ്റെ അകത്ത് മേ, ഹം വരുന്നു. ഇനി 3ആമത്തെയാണ് അന്യപുരുഷൻ എന്ന് പറയുന്നത്. അന്യപുരുഷൻ എന്ന് വെച്ചാൽ ജിസ് വിഷയമേ കുച്ച് ലിഖാ ജായ് യാ കഹാ ജായ്. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരെയും കുറിച്ച് നമ്മൾ പറയുകയാണ്, എഴുതുകയാണ്. ഇവിടെ നമ്മളുമല്ല നീയുമല്ല, വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ച് നമ്മൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ അന്യപുരുഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് യഹ്, വഹ്, ഏ, വേ. നമ്മൾ അവൻ, അവൾ എന്നൊക്കെ പറയില്ലേ. യഹ്, വഹ്, ഏ, വേ എന്ന് പറയുന്നത് അന്യപുരുഷൻ. ഉത്തം പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ, നമ്മൾ. മധ്യം പുരുഷൻ എന്ന് വെച്ചാൽ നീ, നിങ്ങൾ, താങ്കൾ. പിന്നെ അന്യപുരുഷൻ എന്ന് വെച്ചാൽ അവൻ, അവൾ അല്ലെങ്കിൽ ഇവൻ, ഇവൾ എന്നൊക്കെ പറയുന്നത്. ഇതാണ് പുരുഷവാചക സർവനാമിനകത്ത് വരുന്ന 3 ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇനി സർവനാമിൻ്റെ രണ്ടാമത്തെ ഭേദമാണ് നിജവാചക സർവനാം. രണ്ടാമത്തെ ഭേദമാണ് നിജവാചക സർവനാം. നിജവാചക സർവനാം എന്ന് വെച്ചാൽ അപ്നെ ആപ് കെ ലിയെ പ്രയുക്ത ഹോത്താ ഹെ. അപ്നെ ആപ് കെ ലിയെ, അതായത് സ്വയം എന്നുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, നിജവാചക സർവനാം എന്ന് പറയുന്നത്. സ്വയം എന്നുള്ള മീനിങ് അപ്നെ ആപ് കെ ലിയെ പ്രയുക്ത ഹോ ഉസേ എന്തെന്ന് പറയുന്നു, നിജവാചക സർവനാം എന്ന് പറയുന്നു. സ്വയം എന്നുള്ള മീനിങ് കിട്ടുകയാണെങ്കിൽ അത് നിജവാചക സർവനാമാണ്. നിജവാചക സർവനാമിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, ആപ്പ്. ആപ്പ് എന്ന് പറയുന്നത് നിജവാചക സർവനാമിന് എക്സാമ്പിളായിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മധ്യം പുരുഷനകത്തും ആപ്പ് വരുന്നുണ്ട്, നിജവാചകനകത്തും ആപ്പ് വരുന്നത്. ഇത് രണ്ടും 2 മീനിങ് ആണ്. ഇപ്പോൾ നമ്മൾ കാരക പറയുമ്പോൾ പറഞ്ഞു, കാരകനകത്തും സേ വരുന്നുണ്ട്, അപാദാനകാരകനകത്തും സേ വരുന്നുണ്ട്. രണ്ടും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മധ്യം പുരുഷനിലെ ആപ്പ് എന്ന് പറയുന്നത് കേൾക്കുന്ന ആളെ സൂചിപ്പിക്കാനുള്ളതാണ്. നിജവാചകനകത്തുള്ള ആപ്പ് എന്ന് പറയുന്നത് സ്വയം എന്നുള്ള മീനിങ് കിട്ടുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്നെ ആപ് കെ ലിയെ പ്രയുക്ത ഹോത്താ ഹെ. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ വഹ് അപ്നെ ആപ് ചലാ ഗയ, അവൻ സ്വയം ഇവിടെ നിന്ന് പോയി. അവിടെ യൂസ് ചെയ്യുന്ന ആപ്പ് നിങ്ങൾ എന്നുള്ള ആപ്പല്ല, അവിടെ സ്വയം എന്നുള്ളതിനെ യൂസ് ചെയ്തതാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേ ആപ് യേ കാം കരൂങ്ക, മേ സ്വയം യേ കാം കരൂങ്ക എന്നുള്ളതിൻ്റെ ആപ്പാണ് അവിടെ കാണുന്നത്. അപ്പോൾ 2 ആപ്പുകൾ തമ്മിലും വ്യത്യാസമുണ്ട്. നിജവാചകമല്ല മധ്യം പുരുഷനിൽ വരുന്ന അല്ലെങ്കിൽ പുരുഷവാചകനകത്ത് വരുന്ന ആപ്പ്, അത് മനസ്സിലാക്കണം. ഇനി സർവനാമിൻ്റെ അടുത്ത 3ആമത്തെ ഭേദമാണ് നിശ്ചയവാചക സർവനാം. നിശ്ചയവാചക സർവനാം എന്ന് വെച്ചാൽ നിശ്ചിത വ്യക്തി അഥവാ വസ്തു കാ ബോധ ഹോത്താ ഹെ. നിശ്ചയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. നിശ്ചയത്തോടു കൂടി ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. ഉദാഹരണം യഹ്, വഹ്, ഏ, വേ. നിശ്ചയവാചകം എന്ന് വെച്ചാൽ നമുക്ക് നിശ്ചയത്തോടു കൂടി, നമുക്ക് ഉറപ്പോടു കൂടി പറയാൻ പറ്റും ഇത് അതാണ് അല്ലെങ്കിൽ അത് അതാണെന്ന് നമുക്ക് ഉറപ്പോടു കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ അത് നിശ്ചയവാചക സർവനാമാണ്. ഇനി
അതിന് നേരെ ഓപ്പോസിറ്റാണ് നാലാമത്തെ ഭേദമായിട്ടുള്ള അനിശ്ചയവാചക സർവനാം. അനിശ്ചയവാചക സർവനാം എന്ന് പറയുമ്പോൾ നമുക്ക് നിശ്ചയത്തോടു കൂടി ഒന്നും പറയാൻ പറ്റില്ല. നിശ്ചിത വ്യക്തി അഥവാ വസ്തു കാ ബോധ ന ഹോ. നിശ്ചിത വ്യക്തി അഥവാ വസ്തു കാ ബോധ ന ഹോ. അവിടെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ അനിശ്ചിതതയാണ്, നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അനിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉദാഹരണമാണെങ്കിൽ ഘർമേ കോയി ആയാ ഹെ, വീട്ടിൽ ആരോ വന്നിട്ടുണ്ട്. ആ കോയി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഉറപ്പില്ല, അവനാണോ അവളാണോ അല്ലെങ്കിൽ ഇവനാണോ ഇവളാണോ എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ആരോ വന്നിട്ടുണ്ട്, അത് അനിശ്ചയവാചകമാണ്. അതുപോലെ തന്നെ കുച്ച് ജഗടനെ മേ ഹി പ്രസന്ന ഹോത്താ ഹെ, കുറച്ച് ആൾക്കാർ വഴക്കിടുന്നതിനാണ് അവർക്ക് സന്തോഷം എന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുറച്ച് എന്ന് പറയുന്നത് അവനാണെന്നോ അവളാണെന്നോ ഇവളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോയി കുച്ചെല്ലാം അനിശ്ചയവാചകത്തിനകത്ത് വരുന്നതാണ്. ഇതാണ് നാലാമത്തെ ഭേദം. ഇനി അഞ്ചാമത്തെ ഭേദമാണ് സംബന്ധവാചക സർവനാം. സംബന്ധ് അത് തന്നെ നമുക്കറിയാം, ഒന്ന് ബന്ധിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ സംബന്ധവാചക സർവനാം എന്ന് വെച്ചാൽ ദോ വ്യക്തിയോ ദോ വസ്തുവോ യാ ദോ ബാത്തോ കാ പരസ്പർ സംബന്ധ പ്രകട ഹോ. രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രകടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സംബന്ധവാചക സർവനാം എന്ന് പറയുന്നത്. ഉദാഹരണം ജോ പഠേക വ പാസ് ഹോക, ആര് പഠിക്കുന്നു അവൻ പാസ്സാവാം. അവിടെ എന്താണ്, ആ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ജോ വഹ് വെച്ചിട്ട്. ആര് പഠിക്കുന്നു അവൻ പാസ്സാവും, ജോ പഠേക വ പാസ് ഹോക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് യഹി വഹ് പുസ്തക് ഹെ ജോ മേനെ ദില്ലി മേ ഖരീദി. യഹി വഹ് പുസ്തക് ഹെ ജോ മേനെ ദില്ലി മേ ഖരീദി. ഇത് ആ പുസ്തകമാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ വഹ് ജോ, ഇത് ആ പുസ്തകം, ആ എന്ന് പറയുന്നതാണ് വഹ്. അതുപോലെ തന്നെ ജോ എന്ന് പറയുന്നത് ഇത് ഞാൻ എന്ത് ചെയ്തു, ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബന്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വഹും ജോയുമാണ്. അപ്പോൾ ഇങ്ങനെ ബന്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമിനെയാണ് സംബന്ധവാചക സർവനാമം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആറാമത്തെ ഭേദമാണ് പ്രശ്നവാചക സർവനാം. നമുക്കറിയാം പ്രശ്നവാചകം എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യുന്ന സർവനാം പ്രശ്നവാചക സർവനാം എന്ന് വെച്ചാൽ പ്രശ്ന കർനെ കെ ലിയെ ആതാ ഹെ. പ്രശ്ന കർനെ കെ ലിയെ പ്രയുക്ത സർവനാം കോ പ്രശ്നവാചക സർവനാം കഹത്തെ ഹെ. ഉദാഹരണമാണെങ്കിൽ തുമേ ക്യാ ചാഹിയെ, നിനക്ക് എന്താണ് വേണ്ട. അവിടെ ക്യാ എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. തുമേ ക്യാ ചാഹിയെ. അതുപോലെ തന്നെ ബാഹർ കോൺ ഖടാ ഹെ. ബാഹർ കോൺ ഖടാ ഹെ, ആരാണ് പുറത്ത് നിൽക്കുന്നത്. അവിടെ കോൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ ആറെണ്ണമാണ് സർവനാമിൻ്റെ ഭേദങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ് വിശേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് വിശേഷൻ. വിശേഷൻ എന്ന് വെച്ചാൽ വിശേഷൻ വഹ് വികാരി ശബ്ദ ഹെ. നമ്മൾ പറഞ്ഞു വിശേഷണം എന്ത് തന്നെയാണ്, വികാരി ശബ്ദമാണ്. വികാരി ശബ്ദം എന്ന് വെച്ചാൽ ലിംഗ് വചൻ കാരക് ഇതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വികാരി ശബ്ദം എന്ന് പറയുന്നു. സംഖ്യ സർവനാം വിശേഷൻ ക്രിയ ഇത് നാലും വികാരി ശബ്ദത്തിനകത്ത് വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വിശേഷൻ എന്ന് വെച്ചാൽ ജിസ്സെ സംഖ്യായ സർവനാം കി വിശേഷത ഗുണ ധർമ്മ ആദി പ്രകട ഹോത്താ ഹെ. ഇപ്പോൾ വിശേഷം എന്ന് വെച്ചാൽ അതിൽ നിന്ന് സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ സംഖ്യയും സർവനാമം നമ്മൾ പറഞ്ഞു, നൗണും പ്രൊനൗണും അതിൻ്റെ വിശേഷതയെക്കുറിച്ചിട്ട് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അതിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ വിശേഷൻ എന്ന് പറയുന്നു. വിശേഷൻ വഹ് വികാരി ശബ്ദ ഹെ ജിസ്സെ സംഖ്യ യാ സർവനാം की विशेषता गुण धर्म आदि प्रकट होता है. ഇതിന് എക്സാമ്പിളാണ് രാം അച്ചാലെടുക്കാ ഹെ. രാം അച്ചാലെടുക്കാ ഹെ, രാമൻ നല്ല ആൺകുട്ടിയാണ്. അപ്പോൾ ആ നല്ല അച്ച എന്ന് പറയുന്നത് അവിടെ ഒരു വിശേഷണമാണ്, രാമന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ലഡ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശേഷണമാണ്. അപ്പോൾ രാം അച്ചാലെടുക്കാ ഹെ, ആ അച്ച എന്ന് പറയുന്നത് വിശേഷണമാണ്. അതുപോലെ തന്നെ ഉദ്യാൻ മേ സുന്ദർ ഫൂൽ ഖിലേ ഹെ. ഉദ്യാൻ മേ സുന്ദർ ഫൂൽ ഖിലേ ഹെ. അപ്പോൾ അവിടെ ആ ഫൂൽ പുഷ്പത്തെ സുന്ദരമാണ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ പുഷ്പത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താണ്, സുന്ദറാണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളിലും അച്ച എന്ന് പറയുന്നത് വിശേഷണമാണ്, സുന്ദർ എന്ന് പറയുന്നത് വിശേഷണമാണ്. ഇനി വിശേഷൻ എടുക്കുന്ന സമയത്ത് അതോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് വിശേഷ്യ എന്ന് പറയുന്നത്. विशेषण द्वारा जिन शब्दों का विशेषता प्रकट हो उसे विशेष्य कहते हैं.
വിശേഷണിലൂടെ ഏത് വാക്കിൻ്റെയാണ് വിശേഷത നമ്മൾ പറയുന്നത്, വിശേഷണിലൂടെ ഏത് വാക്കിൻ്റെയാണ് വിശേഷത നമ്മൾ പറയുന്നത് അതിനെ വിശേഷ്യ എന്ന് പറയുന്നു. വിശേഷം എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്ന വിശേഷതയാണ്. പക്ഷെ ആർക്കാണ്, ഏത് ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശേഷത കൊടുക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വിശേഷ്യ എന്ന് പറയുന്നത്. ഇപ്പം അച്ഛാ ലഡ്കാ ഹെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലഡ്ക്കയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിശേഷണം കൊടുത്തത്, അതുകൊണ്ട് തന്നെ ലഡ്ക വിശേഷിയാണ്. അതുപോലെ തന്നെ ഉദ്യാൻ മേ സുന്ദർ ഫൂൽ ഖിലേ ഹെ, ആ സുന്ദർ എന്ന് പറയുന്ന വിശേഷം നമ്മൾ കൊടുത്തത് ഫൂലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൂൽ എന്ന് പറയുന്നത് എന്താണ്, വിശേഷ്യ ആണ്. അപ്പോൾ ഇതാണ് വിശേഷ്യം വിശേഷണം തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വിശേഷണക്ക് ഭേദ്, മെയിനായിട്ട് വിശേഷണന് 4 ഭേദാണുള്ളത്. മെയിനായിട്ട് വിശേഷണ 4 ഭേദാണുള്ളത്. 1 ഗുണവാചക വിശേഷൻ, 2 സംഖ്യാവാചക വിശേഷൻ, 3 പരിമാൺവാചക വിശേഷൻ, 4 സാർവനാമിക് വിശേഷൻ. അങ്ങനെ 4 വിശേഷണമാണുള്ളത്. സർവനാമാണെങ്കിൽ 6 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിശേഷൻ 4 ടൈപ്പാണുള്ളത്: ഗുണവാചക, സംഖ്യാവാചക, പരിമാൺവാചക, സാർവനാമിക്. അപ്പോൾ വിശേഷണിൽ മെയിനായിട്ട് 4 ഭേദങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗുണവാചക വിശേഷണമാണ്. ഗുണവാചക വിശേഷണം എന്ന് വെച്ചാൽ സംഖ്യ യാ സർവനാം കി ഗുण, रंग, आकार, ദശ, കാൽ, സ്ഥാൻ, ആദി കാ ബോധ ഹോ. അതായത് സംഖ്യ അല്ലെങ്കിൽ സർവനാമിൽ നിന്ന് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നിറത്തെക്കുറിച്ച്, അതിൻ്റെ ആകൃതിയെക്കുറിച്ചിട്ട്, അതിൻ്റെ അവസ്ഥ, പിന്നെ കാല്, സ്ഥലം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം, ഒരു സൂചന നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ ഗുണവാചക വിശേഷണം എന്ന് പറയുന്നു. ഇപ്പോൾ ഗുണം വെച്ച് നോക്കുകയാണെങ്കിൽ ബുര, സച്ച, പാപി, അതൊക്കെ ഓരോരുത്തരുടെ ഗുണമാണ് അല്ലേ. ബുര ആദ്മി എന്ന് നമ്മൾ പറയില്ലേ, മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ അങ്ങേരുടെ ഗുണങ്ങളാണ്. അപ്പോൾ അതും ഒരു വിശേഷണമാണ്. അതുകൊണ്ട് ഇത് ഗുണവാചക വിശേഷണിൽ ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ രംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം നിറം. ഇപ്പോൾ കാലല്ല, സോറി, അത് കാല എന്നാണ് കേട്ടോ. കാല, അതുപോലെ തന്നെ ഹര, ഫീക്ക എന്നൊക്കെ പറയുന്ന നിറങ്ങളാണ്. അതും ഒരു വിശേഷണമാണ്. അതുപോലെ ആക്കാർ എന്ന് വെച്ചാൽ ആകൃതിയാണ്. ഇപ്പോൾ ലംബ, ഗോൽ, സീധ അല്ലേ, നീണ്ടിട്ട്, മെലിഞ്ഞിട്ട്, തടിച്ചിട്ട്, ഉരുണ്ടിട്ട് എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം തന്നെ വിശേഷണമാണ്. അതെല്ലാം ആകൃതിയെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ദശ എന്ന് വെച്ചാൽ ആ ഒരു ഹാലത്താണ്, അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഗരീബ്, അമീർ, ദുബല എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. അതും ഒരു ടൈപ്പുള്ള വിശേഷണമാണ്. പിന്നെ കാൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, വർത്തമാനം തന്നെ നമുക്ക് അവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഭൂതം, ഭാവി അതെല്ലാം പറയാം. പിന്നെ പിച്ചല, അകല, അതൊക്കെ ഓരോ കാലമാണ്. പിച്ചല, മഹീനെ അല്ലെങ്കിൽ അകലെ, മഹീനെ എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം കാലങ്ങളാണ്. പിന്നെ സ്ഥാൻ വെച്ച് നോക്കുന്ന സമയത്ത് ഭീത്തരി, ബാഹരി, ഭാരതീയ, അതൊക്കെ ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗുണവാചക വിശേഷണകത്ത് വരുന്നതാണ്. അപ്പോൾ ഗുണവാചക വിശേഷണകത്ത് ഒരു സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ ഗുണം, രംഗ്, ആകാർ, ദശ, കാൽ, സ്ഥാൻ, ആദിക, ബോധോ. പിന്നെ അടുത്ത രണ്ടാമത്തെയാണ് സംഖ്യാവാചക വിശേഷം. സംഖ്യാവാചകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംഖ്യ, നമ്പറാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ സംഖ്യാവാചക വിശേഷണം എന്ന് വെച്ചാൽ കിസി സംഖ്യ യാ സർവനാം കി സംഖ്യ കാ ബോധോ. സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് സംഖ്യാവാചകം. ഈ സംഖ്യാവാചകം തന്നെ 2 ടൈപ്പിലുണ്ട്: നിശ്ചിത സംഖ്യാവാചകം, അനിശ്ചിത സംഖ്യാവാചകം. നിശ്ചിത സംഖ്യാവാചകം എന്ന് വെച്ചാൽ നമുക്കറിയാം നിശ്ചയത്തോടു കൂടി ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അനിശ്ചിതം എന്ന് വെച്ചാൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ പറ്റാത്തത്. അതിൽ നിശ്ചിതിനകത്ത് വരുന്നതാണ് പൂർണ്ണബോധക്, അപൂർണബോധക്, ക്രമവാചക്, ആവൃത്തിവാചക്, സമൂഹവാചക്, പ്രത്യേകവാചക് എന്ന് പറയുന്നത്. ഇപ്പോൾ പൂർണ്ണബോധകന് എക്സാമ്പിളാണ്, പൂർണ്ണമായിട്ട് നമുക്ക് നിശ്ചയത്തോടു കൂടി പറയാൻ പറ്റും. ഏക് സൗ അല്ലെങ്കിൽ സൗ, ലാഖ്, ഇതെല്ലാം തന്നെ പൂർണ്ണബോധകമാണ്. ഇപ്പോൾ 1 അല്ലെങ്കിൽ 100, ലക്ഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് പൂർണ്ണതയോടുകൂടി പറയാൻ പറ്റുന്നതാണ്. പിന്നെ അപൂർണബോധകം എന്ന് പറയുമ്പോൾ പൂർണ്ണതയോടുകൂടി പറയാൻ പറ്റാത്തത്, അതായത് ആധ, പാവ് അല്ലേ, പര, കാല്, മുക്കാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൂർണ്ണതയോടുകൂടി പറയാൻ പറ്റില്ല. അത് അപൂർണബോധകമാണ്. പിന്നെ ക്രമവാചകം എന്ന് പറഞ്ഞാൽ ഒരു ക്രമത്തോടു കൂടി പറയാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പെഹല, ചൗധ അല്ലേ, 1ാമത്, 2ാമത്, 3ാമത് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ ക്രമവാചകം എന്ന് പറയുന്നത്. പിന്നെ ആവൃത്തി വാചകമാണ്. ആവൃത്തിയോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ദുഗുണ, ചൗഗുണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇരട്ടി, ഒരരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി എന്നൊക്കെ നമ്മൾ പറയണതാണ്
ആവൃത്തിമൂലക് അല്ലെങ്കിൽ ആവൃത്തി വാചകം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സമൂഹവാചകം. സമൂഹവാചകം എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്തങ്ങ് പറയുന്നത്. ഇപ്പോൾ ദോനവും ചാരവും അല്ലെ, 2 പേരും അല്ലെങ്കിൽ 4 പേരും കൂടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം എന്നുള്ള മീനിങ് വരുന്നത്. കാരണം അവിടെയൊക്കെ എണ്ണമാണ് വരുന്നത് അല്ലേ. പിന്നെ പ്രത്യേക വാചകം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഹർ ഏക്ക് അല്ലേ, ഓരോരുത്തരുടെയും എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ തന്നെ പ്രത്യേകം എന്നൊക്കെ പറയുന്നത് ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ നിശ്ചയ സംഖ്യാവാചകന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇതെല്ലാം തന്നെ. ഇതെല്ലാം എന്തിൻ്റെ ഭേദമാണ്? വിശേഷണൻ്റെ ഭേദമാണ്. പിന്നെ അനിശ്ചിത സംഖ്യാവാചകങ്ങളാണെങ്കിൽ കുച്ച്, കൈ, അനേക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറച്ച്, ഒരുപാട്, കുറേ എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ കുച്ച് ലടിക്ക്, കൈ ലടിക്കുക, അനേക് ബച്ചെ എന്നൊക്കെ പറയുന്നത് സംഖ്യാവാചകിൽ അനിശ്ചിത സംഖ്യാവാചകിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഗുണവാചകമാണ്, രണ്ടാമത്തെ സംഖ്യാവാചകമാണ്. സംഖ്യാവാചകനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നിശ്ചിത സംഖ്യാവാചകവും അനിശ്ചിത സംഖ്യാവാചകവും. ഇനി മൂന്നാമത്തെ ആണ് പരിമാണ വാചകം. പരിമാണം എന്ന് വെച്ചാൽ അളവാണ്. മൂന്നാമത്തെ വിശേഷണമാണ് പരിമാൺ വാചകം എന്ന് പറയുന്നത്. കിസി വസ്തു കാ മാപ് തോൽ പരിമാൺ കാ ബോധ് ഹോ ഉസേ പരിമാൺ വാചകം കഹത്തെ ഹെ. ഏതെങ്കിലും വസ്തുവിൻ്റെ മാപ് തോൽ, അതായത് അളവാണ് അല്ലേ, അളവ്, തൂക്കം അല്ലെങ്കിൽ അതിൻ്റെ പരിമാൺ, അതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് പരിമാൺ വാചകം എന്ന് പറയുന്നത്. ഇതും 2 ടൈപ്പിലുണ്ട്, നിശ്ചിതും അനിശ്ചിതും. അതിൻ്റെ മീനിങ് തന്നെ നമുക്കറിയാം. നിശ്ചിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു അളവ് പറയാൻ പറ്റുന്നത്. അനിശ്ചിതം എന്ന് വെച്ചാൽ ഉറപ്പോടുകൂടി പറയാൻ പറ്റാത്തത്. ഇപ്പോൾ സവാസേർ ഗേഹു, അതുപോലെ തന്നെ പാവ് ഭർ ചീനി എന്നൊക്കെ പറയുന്നത് നിശ്ചിത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 2 ഇടങ്ങഴി അരിയുന്ന, അല്ലെങ്കിൽ 1/4 ലിറ്റർ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 1/4 കിലോ പഞ്ചസാര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് നിശ്ചിത അളവാണ്. ആ കൃത്യമായിട്ട് ആ അളവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ അനിശ്ചിതം എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയത്തോടു കൂടി പറയാൻ പറ്റാത്ത, ഇപ്പോൾ ധോട അല്ലേ, നമ്മൾ പറയും കുറച്ച്, കാഫി, ആവശ്യത്തിന്, അധികം, കുറച്ചധികം എന്നൊക്കെ പറയില്ല. അതൊക്കെ നമുക്ക് ഒരു നിശ്ചയത്തോടു കൂടി പറയാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് അനിശ്ചിത പരിമാൺ വാചകത്തിനകത്ത് വരുന്നു. അപ്പോൾ പരിമാൺ വാചകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിൻ്റെ അളവ്, തൂക്കം, മാപ് തോൽ യാ പരിണാം കാ ബോധ് ഹോത്താ ഹെ तो उसे परिमाणवाचक कहते हैं. वो भी 2 प्रकार की है, निश्चित परिमाणवाचक और अनिश्चित परिमाणवाचक. ഇനി മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി നാലാമത്തെ ഭേദമാണ് സാർവനാമിക്. സാർവനാമിക് എന്ന് വെച്ചാൽ സർവനാം എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് തന്നെ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സാർവനാമിക് എന്ന് വെച്ചാൽ സർവനാം യദി വിശേഷൻ കെ റൂപ് മേ പ്രയുക്ത് ഹോ ഉസേ സാർവനാമിക് വിശേഷൻ കഹത്തെ ഹെ. വിശേഷൻ എന്താണ്? സർവനാമം തന്നെ വിശേഷണമായിട്ട് വരികയാണെങ്കിൽ, മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞു ഗുണവാചകമാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സംഖ്യാവാചകമാണെങ്കിൽ അങ്ങനെ, പരിമാൺ വാചകമാണെങ്കിൽ അങ്ങനെ. സാർവനാമിക് എന്ന് വെച്ചാൽ സർവനാമം തന്നെ, പ്രൊനൗൺ തന്നെ ചില സമയത്ത് വിശേഷണമായിട്ട് വരും. അതിനെയാണ് സർവനാമിക് വിശേഷണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ വ മേരാ ഘർ ഹെ. വഹ് എന്ന് പറയുന്നത് നമ്മൾ സർവനാമം എന്ന് പഠിച്ചു അല്ലേ. ഏത് പുരുഷാന്നൊക്കെ ആലോചിക്കണേ, ഉത്തം പുരുഷാണോ, മധ്യം പുരുഷാണോ, അധം പുരുഷ, അന്യപുരുഷാണോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ വഹ് ഘർ മേരാ ഹെ, ആ വീട് എൻ്റെയാണ്. ഇവിടെ ആ എന്ന് പറയുന്നത് ഒരു വിശേഷണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ആ വഹ്, ആ എന്ന് പറയുന്നത് ഒരു സർവനാമം കൂടിയാണ് അല്ലേ. അപ്പോൾ അത് സാർവനാമിക് വിശേഷണകത്ത് വരുന്നു. അതുപോലെ തന്നെ ഉസ് ബച്ചേക്കാ നാം ക്യാ ഹെ, ആ കുട്ടിയുടെ പേരെന്താണ്. അവിടെ ആ ഉസ് എന്ന് പറയുന്നത് എന്താണോ, സർവനാമമാണ്. അത് വിശേഷണമായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സാർവനാമിക് വിശേഷണമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ടൈപ്പ് വിശേഷണമാണുള്ളത്. അപ്പോൾ വിശേഷണം എന്താണെന്ന് നോക്കുക, വിശേഷം എന്താണെന്ന് നോക്കുക, 4 വിശേഷൻ്റെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാവുന്ന, അതായത് അധികം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് പ്രവിശേഷൻ എന്ന്. പ്രവിശേഷൻ എന്താണെന്ന് വെച്ചാൽ വിശേഷൻ്റെ വിശേഷതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെയാണ് പ്രവിശേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസിന് കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ പ്രവിശേഷൻ എന്ന് പറഞ്ഞാൽ ആ വിശേഷൻ്റെ വിശേഷതയെ സൂചിപ്പിക്കുന്നതാണ് പ്രവിശേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അച്ചാലെടുക്ക എന്ന് പറയുന്നത് എന്താണ്? അച്ചാലെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആൺകുട്ടിയാണ്. അവിടെ നല്ല നമുക്ക് വിശേഷണമെന്നറിയാം. ആ വിശേഷണം നമ്മൾ ഒരു വിശേഷത കൂടി കൊടുക്കുകയാണ്. ഇപ്പോൾ ബഹുത് അച്ചാ ലഡ്കാ ഹെ, രാം ബഹുത് അച്ചാ ലഡ്കാ ഹെ, സീത ബഹുത് അച്ചി ലഡ്കി ഹെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബഹുത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ അച്ച എന്ന് പറയുന്ന വിശേഷണ ഒരു വിശേഷത കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രവിശേഷനാണ്. പ്രവിശേഷൻ എന്ന് പറഞ്ഞാൽ വിശേഷൻ്റെ വിശേഷത പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സംഖ്യ എന്താണെന്ന് കണ്ടു. സംഖ്യയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സർവനാമം, അതിൻ്റെ ഡിവിഷൻസ് കണ്ടു. വിശേഷണം എന്താണ്, വിശേഷം എന്താണ്, അതിൻ്റെ ഡിവിഷൻസ്, പ്രവിശേഷണം, ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.